അതാണ് അയാളുടെ വിജയം. ഒരിക്കലെങ്കിലും ആ മുഖംമൂടിക്ക് പിന്നിൽ നിന്ന് അയാളെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ച അയാളെ പിടിക്കാൻ എളുപ്പം. അങ്ങനെയാണെങ്കിൽ മേനോനെ പുറത്തു കൊണ്ടുവരാനുള്ള വഴികൾ നമുക്ക് നോക്കാം. അതെ, ഞങ്ങളോട് എന്തിനാ വിനോദം നന്ദി പറയുന്നത്? നമ്മൾ ചെയ്തത് നമ്മുടെ ജോലിയല്ലേ. പ്രദീപിനെ പോലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ നമ്മളൊക്കെ ഈ യൂണിഫോം അണിഞ്ഞിരിക്കുന്നത്. അത് ജേഡി പറയുന്നത് ശരിയാ. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നിട്ട് പോലും എന്റെ പെങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ലല്ലോ. വിഷമിക്കാതെ, വിനോദിന്റെ സ്ഥാനത്ത് നിന്നല്ലേ ഞങ്ങളിതൊക്കെ ചെയ്തത്. അതെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിലാണ്. വിനീതയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകുന്നു എന്നത് ശരിക്കും സങ്കടം തന്നെയാ. പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് വേണ്ടത് അവരെ സംരക്ഷിക്കാൻ ഒരു ഭർത്താവിനെയല്ല, സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലിയാണ്. അതിനുതകുന്ന വിദ്യാഭ്യാസമാണ്. ആ ബോധം രക്ഷിതാക്കൾക്കുണ്ടാകുന്ന കാലത്തെ നമ്മുടെ നാട്ടിൽ ഇനി വിനീതമാരുണ്ടാവാതിരിക്കും. അതെ ജെഡി, പെൺകുട്ടികളെ വിവാഹം കഴിക്കാനുള്ള മാനദണ്ഡം പയ്യന്റെ സാമ്പത്തിക സ്ഥിതിയും കുടുംബമഹിമയോ അല്ല, അവനൊരു മനസാക്ഷിയുള്ള മനുഷ്യനാണോ എന്ന തിരിച്ചറിവാണ്. പ്രദീപിന്റെയും കുടുംബത്തിന്റെയും കാര്യത്തില് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധവും അതാ. ഏതായാലും തെറ്റിയതവർ ശിക്ഷിക്കപ്പെട്ടല്ലോ. വിനീതയുടെ ആത്മാവിനെങ്കിലും മനഃശാന്തി കിട്ടിയിട്ടുണ്ടാവും. അതിനൊക്കെ പകരം തരാനായി എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. നമ്മുടെ ഇടയിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ശരി, നിങ്ങൾ നോക്കട്ടെ. അങ്ങനെ ആ കേസ് അവസാനിച്ചു. വിനോദിന്റെയും കുടുംബത്തിന്റെയും നഷ്ടം ആർക്കും നികത്താൻ പറ്റില്ല. പക്ഷെ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ പറ്റിയെന്നൊരു സമാധാനെങ്കിലും ഉണ്ടാവും. അതെ, മെയിനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. നമ്മൾ പല കേസുകളും പെട്ടെന്ന് പരിഹരിക്കുന്നുണ്ടെങ്കിലും മേനോനെ മാത്രം നമുക്ക് കൈ കിട്ടുന്നില്ല. അയാള് നമ്മളെക്കാളും വേഗത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാവും അങ്ങനെ. അതല്ല കിരൺ, അയാൾ എപ്പോഴും മുഖംമൂടിക്കുള്ളില്ല. അയാളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അറിയാവുന്നവര് പറയാനും തയ്യാറാവുന്നില്ല. അതാണ് അയാളുടെ വിജയം. ഒരിക്കലെങ്കിലും ആ മുഖംമൂടിക്ക് പിന്നിൽ നിന്ന് അയാളെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ച അയാളെ പിടിക്കാൻ എളുപ്പം. അങ്ങനെയാണെങ്കിൽ മേനോനെ പുറത്തു കൊണ്ടുവരാനുള്ള വഴികൾ നമുക്ക് നോക്കാം. അതെ, എന്നാൽ ഇവരൊക്കെ എന്ത് മനുഷ്യരാ? ഒന്ന് വിളിക്കുന്ന പോലും ഇല്ലല്ലോ. അതെങ്ങനെയാ? എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം, മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല. അമ്മേ, എന്താ അമ്മ ഇതെന്താ തനിച്ച് സംസാരിക്കുന്നേ? ഞാൻ തനിച്ച് സംസാരിച്ച നിനക്കെന്താ? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പൊ ആരോടോ കാര്യമായിട്ട് ദേഷ്യത്തിലല്ലേ? എന്താ കാര്യം എന്നോട് പറ. ഞാൻ ആ നാത്തൂന്റെ കാര്യം ഓർക്കുമായിരുന്നു. ആ, ഇവിടെ ആയിരുന്നപ്പോ എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു. ഇവിടെ നിന്ന് പോയതിൽ പിന്നെ ഒരു ഫോൺ കോൾ പോലും ഇല്ല. ഓഹോ, അതാണോ കാര്യം? ആന്റി അവിടെ എന്തെങ്കിലും തിരക്കിലായിരിക്കും. എന്ത് തിരക്ക്? ഇതൊന്നുമല്ല. അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ഇപ്പൊ സേഫ് ആയില്ലേ? ഇനിയിപ്പോ നമ്മളെ മൈൻഡ് എന്തിനാ? അശിക്ക് ഈ കല്യാണ ആലോചന വന്നപ്പോ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു. ആ കല്യാണം നടന്ന ഉടനെ നിന്റെ കല്യാണം നടത്താനുള്ള എല്ലാ സഹായവും ചെയ്തു തരാന്ന് വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ അതേക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്തിന്? നമ്മൾ കുറച്ചുപേര് ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മ പോലും ഇല്ല. മനുഷ്യൻ അങ്ങനെയാ, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാ വലുത്. സ്വന്തം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നും ആരും ആർക്കും കൊടുക്കില്ല. അതെങ്ങനെ ശരിയാവും? ഞാൻ അവർക്കൊക്കെ വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ.
നാത്തുൻ പറയുന്ന അനുസരിച്ച് എല്ലാ കാര്യത്തിനും നാത്തുനൊപ്പം നിന്നില്ലേ? എന്നിട്ട് എന്നെ പറ്റിക്കാമെന്നാ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ. അമ്മ ഇപ്പൊ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരുന്ന് അമ്മ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും പറയുന്നോണ്ട് അശിക്കും ആന്റിക്കും എന്ത് സംഭവിക്കാൻ? എന്ത് സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഹും. ഈ ഗിരിജ ആരാണെന്ന് നിനക്കത് ശരിക്കും അറിയില്ല. കൂടെ നിന്ന് ചതിച്ച അതിനപ്പുറം ചതി തിരിച്ചു കാണിക്കാനേ എനിക്കും അറിയാം. എന്താ ചിരിക്കുന്നേ? എന്നെ കളിയാക്കുവാണോ? അമ്മയുടെ ഈ വീരവാദം കേട്ട പിന്നെ ചിരി വരാതിരിക്കോ? വീരവാദമാണോ സത്യമാണോ ഞാൻ കാണിച്ചു തരാം. എന്റെ ഫോൺ എവിടെ? അമ്മ ഇതെങ്ങോട്ടാ? എനിക്ക് നാത്തൂനെ ഒന്ന് വിളിക്കണം. എന്താ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. ശരി ശരി ചെല്ലി. ആ ഹലോ ഗിരിജെ. നാത്തൂനൊന്നും പറയണ്ട. ഞാൻ നാത്തൂനോട് പിണക്കവാ. അതെന്താ ഗിരിജെ, നിനക്കെന്ത് പറ്റി? പറ്റിയത് എനിക്കല്ല, നാത്തൂനാ. ഏ എന്തൊക്കെ പറഞ്ഞിട്ടാ നാത്തൂനോടൊന്ന് പോയത്? എന്നിട്ട് എന്താ കാണിക്കുന്നേ? നീ പിണങ്ങാതെ കാര്യം പറ ഗിരിജെ. കണ്ടോ, എന്റെ സങ്കടം എന്താണെന്ന് പോലും നാത്തൂനിപ്പോ മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് പോയ ആളല്ല നാത്തൂനിപ്പോ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ നിന്റെ പഴയ നാത്തൂൻ തന്നെയാ. എന്നിട്ടാണോ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്തെ? പോയ ആദ്യ സമയത്തൊന്ന് വിളിച്ചതല്ലാതെ ഇപ്പൊ വിളിക്കാറില്ലല്ലോ. അത് നിങ്ങളെ മറന്നിട്ടാണെന്ന് ആര് പറഞ്ഞു? അതെ, ഇവിടെ ചില പ്രശ്നങ്ങൾ കാരണം വിളിക്കാൻ പറ്റാതെ പോയതാ. അവിടെ എന്ത് പ്രശ്നം? യോ, ഇവിടുത്തെ പ്രധാന പ്രശ്നം അവര് തന്നെയാ, ആ കിരണും ദുർഗയും. അവരുണ്ടാക്കി കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങൾ കാരണം സമാധാനം ഇല്ലാത്ത അവസ്ഥ ഇവിടെ. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായോ അവിടെ? അല്ല ഗിരിജേ, ഇതൊന്നുമല്ല, അതിലും വലിയൊരു ബോംബ് കൂടിയുണ്ട്. അത് കേട്ടാ നീ ഞെട്ടും. അതെന്താ അങ്ങനെ ഒരു ബോംബ്? എന്റെ ഗിരിജേ, ആ കിരണും ദുർഗയും വിവാഹം കഴിച്ചിട്ടില്ല. ഏ, നാത്തൂന് എന്താ പറഞ്ഞേ? സത്യ ഞാൻ പറഞ്ഞേ, അവര് കല്യാണം കഴിച്ചിട്ടില്ല. വെറുതെ നുണ പറഞ്ഞ് നമ്മളെല്ലാം പറ്റിച്ചതാ. എന്തിന്? അതൊന്നും വ്യക്തമല്ല. അവര് നാടകം കളിച്ചതാണെന്ന് മാത്രമേ അറിയാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അത് തെളിയിക്കാനോ പൂർണ്ണിമയെ അറിയിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. എന്നാലും അവളെന്തിനാ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? അതിന്റെ കാര്യകാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാ ഞങ്ങളിപ്പോ. എല്ലാം ഒന്ന് വ്യക്തമായി കഴിഞ്ഞ് ഞാൻ നിന്നോട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ശരി നാത്തൂനെ, എത്രയും പെട്ടെന്ന് അവളുടെ അവന്റെ നാടകം നാത്തു പൊളിക്കണം. ആ